കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണ തന്നിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഉച്ചഭാഷയിൽ കൂടെ വായിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യം വായിച്ചു കേൾപ്പിക്കുകയാണ്. ദയവായി എല്ലാവരും ബൈബിൾ തുറന്ന് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. അടുത്ത വാചകം, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആമേൻ. കൊലോസ്യ ലേഖനം യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും കർത്താവിൻ്റെ അപ്രമാദിത്വത്തെയും ശരിക്കും വെളിപ്പെടുത്തുന്ന ലേഖനമാണ് സ്തോത്രം കൊലോസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി എന്ന് വിളിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തെ വേദശാസ്ത്രിമാരുടെ ഇടയിൽ ലേഖനങ്ങളുടെ രാജാവെന്നാണ് വിളിക്കുന്നത്. ഈ രണ്ട് ലേഖനത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന ഫിലിപ്പിയ ലേഖനം ദാസ്യലേഖനമായിട്ടാണ് പരിഗണിക്കുന്നത്. സ്തോത്രം. ഈ രാജകീയ ലേഖനത്തിനകത്ത് രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന നമ്മുടെ ആരാധ്യനായിരിക്കുന്ന മശിഹാ തമ്പുരാനെ കുറിച്ച് വളരെ പ്രൗഢമായിരിക്കുന്ന ക്രിസ്തു ആര്, ക്രിസ്തുവേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു, കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് വളരെ കൂലങ്കുക്ഷമായി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായും കൊലോസ്യ ലേഖനം മനസ്സിരുത്തി മനസ്സിലാക്കണം. അത്രയ്ക്ക് ശക്തമാണ് കൊലോസ്യ ലേഖനം. അതിനകത്തെ പൗലോസിൻ്റെ ഒരു പ്രമേയമാണ് ഈ വാക്യത്തിൽ രണ്ടാമത്തെ ഭാഗം. ഈ വാക്യത്തിന് 2 ഭാഗമുണ്ട്. അത് രണ്ടാമത്തെ ഭാഗമാണ് ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത്. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. തത്വത്തിൽ ഈ വാക്യത്തിൻ്റെ രത്ന ചുരുക്കം ക്രിസ്തീയ ജീവിതം എന്താണ് എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ രത്ന ചുരുക്കം. ഈ വാക്യത്തെ വെച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ഒരു മതപരമായ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ഒരു മർമ്മമാണ്, ഒരു മിസ്റ്ററിയാണ്. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഒന്നോടെ പറയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു ആചാരമല്ല, കുറെ ചടങ്ങുകൾ ആണ്ടോടാണ്ട് കൂടുമ്പോൾ കഴിക്കുന്നതോ ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് ഏതെങ്കിലും പ്രത്യേക സമയത്ത് കടമ നിർവഹിക്കുന്നതല്ല. യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ഈസ് എ മിസ്റ്ററി, അതൊരു മർമ്മമാണ്. ഇന്ന് രാത്രികാലം ഇനി മുന്നോട്ട് ജീവിക്കുന്നെങ്കിൽ എനിക്കൊരു മർമ്മമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ ഷിഫ്റ്റ് ചെയ്ത് ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്നത് പോലെ ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ നിങ്ങളുടെ ചാർച്ചക്കാരുടെയും നാട്ടുകാരുടെ ഇടയിൽ ഒരു മർമ്മമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവമാണ് എന്റെ കയ്യിൽ ഈ ദൂത് തന്നു വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കഷ്ടതയും ശോധനയും പ്രതികൂലങ്ങളും പ്രതിസന്ധിയൊക്കെ ക്രിസ്തീയ ജീവിതത്തിനകത്തുണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോഴും പൗലോസിന്റെ എഴുത്തുകൾ മാത്രം ഒരു രാത്രി മുഴുവൻ നിന്ന് പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് പിടികിട്ടാത്തൊരു മിസ്റ്ററി ആക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ചില പദങ്ങൾ പറഞ്ഞു വിടാം. നിങ്ങൾ ഓർക്കുന്നോ, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ അതെങ്ങനെ എഴുതിയത്? ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. സ്വത്രഹൽ ബലഹീനരാണ്, പക്ഷെ മറ്റു പലരെയും ബലപ്പെടുത്തുന്നവരാണ്. ഇന്ന് രാത്രി ഞാൻ ക്രിസ്തു മാർഗത്തിന്റെ പ്രത്യേകത പറയാം. എല്ലാം തികഞ്ഞ് ബാക്കി വന്ന മിച്ചം പണം കൊണ്ട് കർത്താവിന്റെ കൈത്താങ്ങൾ കൊടുക്കുന്നവരല്ല. സ്വത്രം വീണ് കിടക്കുമ്പോഴും ഞെരുങ്ങിക്കിടക്കുമ്പോഴും അതിന്റെ നടുവിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ സമ്പന്നരെ പോലെ ജീവിക്കുന്നവരാണ് യേശു ക്രിസ്തുവിന്റെ ആളുകൾ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടല്ലേ പലപ്പോഴും പറയല്ലേ, കണ്ടാലൊന്നും പറയല്ല സ്തോത്രഹാല ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ഞെരുക്കത്തിലോ ആണെന്ന് കണ്ടാലൊന്നും. കാരണം എന്താ? ഇതൊരു മിസ്റ്ററിയാണ്. ചിലരുടെ ഇരിപ്പും നടപ്പും പറച്ചിലും സാക്ഷിയും ഒക്കെ കേട്ടാൽ പിന്നെ ആർക്കും ഇതിലേക്ക് വരാൻ തോന്നിയല്ല. സ്തോത്രം. ഇതിനകത്ത് ഒത്തിരി പേരില്ലെന്ന് തോന്നുന്നു, എങ്കിലും കുറച്ച് പേരെങ്കിലും കാണും.
അവരെ കൂടി ഇന്ന് രാത്രി ഒരു മർമ്മമാക്കി വിടണം. ഹല്ലേലൂയ. എല്ലാ കഷ്ടങ്ങളും തീർന്നിട്ട്, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട്, എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നിട്ട് പ്രാർത്ഥന നടത്താനോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനോ സ്തോത്ര കർത്താവിനെ ഉയർത്താനോ ആരെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മാർഗമല്ലിത്. ഈ മാർഗത്തിന്റെ പ്രത്യേകത കഠിന ശോധനയുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഇല്ലായ്മകളുടെ നടുവിലും ദൈവം തമ്പുരാന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ സ്വർഗം വേർതിരിച്ച കൂട്ടരാണ് ക്രിസ്തുവിന്റെ ചോര കൊണ്ട് കഴുകിയവർ. അവരെ കണ്ടാ പറയല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ പൗലോസ് പറഞ്ഞത്, വീണ് കിടക്കുകയാണ് ഞങ്ങൾ, പക്ഷെ ആര് നോക്കിയാലും നശിപ്പിക്കാൻ പറ്റിയല്ല. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്ക്, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ട്, ആർക്കും സഹായിക്കാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്. നിന്റെ വീട്ടിലേക്ക് ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ടൊന്നും നീ ചുരുങ്ങി പോകുമെന്ന് വിചാരിക്കരുത്. അതിന് കാരണം എന്താ? നിനക്ക് കിട്ടിയ ജീവിതം ക്രിസ്തീയ ജീവിതമാണ്. ആർക്ക് നിന്നെ തള്ളി മറച്ചിടാൻ പറ്റിയേക്കാം, പക്ഷെ നശിപ്പിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. സാധാരണ പ്രസംഗിക്കുമ്പോൾ എനിക്ക് സ്വതന്ത്രം ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമുണ്ട്. ഇവിടെ ഭാഗം കയറി വരുന്നതുകൊണ്ട് പറയാം. യേശുക്രിസ്തുവിനെ കുറിച്ച് ദാവീദിനെ കൊണ്ട് ദൈവം ഒരു പ്രവചനം പ്രവചിപ്പിച്ചിരുന്നു. സ്വതന്ത്ര പ്രവചനമാണ് സഭയുടെ ഒന്നാമത്തെ പ്രസംഗത്തിൽ മാളികമുറയിൽ പത്രോസ് പ്രസംഗിച്ചത്. സ്വതന്ത്ര സങ്കീർത്തനത്തിലാണ് ദാവീദ് അത് പറഞ്ഞിരുന്നത്. ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രമേയമായിരുന്നത്. അതിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കുകയില്ല. സ്വത്രം പറയുന്നവർക്കും പറയാതിരിക്കുന്നവർക്കും കുറച്ചുകൂടെ കാര്യം ബോധ്യപ്പെടുത്തു തരാം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? എന്റെ മകൻ, എന്റെ പുത്രൻ, അവന് ഞാൻ ലോകത്തിലേക്ക് അയക്കും. ലോകത്തിലേക്ക് അയക്കുമ്പോൾ സ്വത്ര അവസാനം ക്രൂശിൽ അവൻ പാപ പരിഹാരത്തിന് വേണ്ടി മരിക്കും. മരിക്കാൻ വേണ്ടി വന്നവനാണ് കർത്താവ്. ഇവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയിട്ട് സ്വത്ര ആളെക്കൂട്ടി പോകാനല്ല, മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിന് വേണ്ടി നല്ല പ്രായത്തിൽ ചങ്കിലെ ചോര തന്നവനെയാണ് ഇന്ന് രാത്രി നമ്മൾ ആത്മീക ബലത്തോടെ ആരാധിക്കുന്നത്. അവൻ ഇവിടെ വന്നത് പാപ പരിഹാരകനായാണ്. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ പുത്രനെ ചമ്മട്ടി കൊണ്ടടിക്കാൻ ഞാൻ സമ്മതിക്കാം. എന്റെ പുത്രനെ മുൾക്കിരീടം വെച്ച് തലയിൽ അടിച്ചിറക്കാൻ ഞാൻ സമ്മതിക്കാം. എന്റെ പുത്രനെ പുറമെല്ലാം ഉഴുപുചാല പോലെ കീറാൻ ഞാൻ സമ്മതിക്കാം. എന്റെ പുത്രന്റെ കണ്ണ് കെട്ടി മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ ഞാൻ സമ്മതിക്കാം. കാർക്കിച്ചു തുപ്പാൻ ഞാൻ സമ്മതിക്കാം. വസ്ത്രം അടിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കാം. ഭാരമേറിയ കുരിശു ചുമക്കാൻ ഞാൻ സമ്മതിക്കാം. കള്ളക്കഥകളെല്ലാം പറഞ്ഞു പരത്താൻ ഞാൻ സമ്മതിക്കാം. കള്ളസാക്ഷികളെ വെച്ചില്ല കഥകൾ പറഞ്ഞുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കാം. അവസാനം ആ കുരിശ് ഏകദേശം 2-2.5 മൈൽ ചുമന്ന് അസ്ഥികൾ ബന്ധം വിട്ട് വണ്ടിക്കാള വണ്ടി വലിക്കുന്നത് പോലെ യെരൂശലേമിന്റെ തെരുവിലൂടെ ചുമന്ന് ഗോൽഗോത്ത കുന്നിൽ ചെന്നിട്ട് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിയിൽ തറയപ്പെട്ടവനായി ഒരു സ്വത്രഹലറിയ നീതി കിട്ടാതെ പോയവനെ പോലെ അവനെ ക്രൂശിക്കാൻ ഞാൻ സമ്മതിക്കാം. പക്ഷെ അതിന്റെ അടിയിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്: ഇതൊക്കെ ചെയ്താലും ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇന്ന് രാത്രി ആരോടോ ദൈവം പറയുന്നു, നിന്നെ അപമാനിക്കാൻ ദൈവം സമ്മതിച്ചു, നീ പേടിക്കരുത്. നിന്നെ കുറിച്ച് നിന്റെ വീടിനകത്ത് തന്നെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ ഞാൻ സമ്മതിച്ചു, നീ പേടിക്കരുത്. അല്ലയോ ദൈവദാസന്മാരെ, മനസ്സറിയാത്ത കാര്യങ്ങളുമായി നിനക്ക് വിരോധമായി അജണ്ടകൾ തയ്യാറാക്കാൻ മിടുക്കന്മാരെ ദൈവം സമ്മതിച്ചു. ഇന്ന് രാത്രി ഞാൻ നിന്നെ നോക്കി പറയല്ല, ബഹുമാനപ്പെട്ട ദൈവദാസന്മാരെയും ദൈവജനത്തെ നോക്കി പറയാം, നീ ഒരു മർമ്മമായതുകൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ, ദ്രവത്വം കാണാൻ, കൃമിക്കരയാകാൻ, ഈ നാട്ടിൽ നിന്ന് ഇല്ലാതെ പോകാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കില്ലെന്ന് ആത്മാവിന്റെ പ്രവചനത്തോടെ ഇന്ന് രാത്രി ആരോടോ പറയുന്നു, നിന്നെ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്റെ ദൂത് മാറിപ്പോകുന്ന ഞാൻ അറിയുന്നു. ഇത് ഉപവാസ പ്രാർത്ഥന അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ സ്വർഗം ഇന്ന് രാത്രി ആരോടോ പറയുന്നു, നീ കേറിയിരിക്കുന്നത് വണ്ടി മാറിയാണ്. നിന്നെ ദ്രവത്വം കാണുന്നിടത്തല്ല നീ കേറിയിരിക്കുന്നത്. നിന്നെ സ്വർഗം കൈപിടിച്ച് കയറ്റിയത് എന്റെ മാർഗത്തിലാണ്. ഇതിനകത്ത് ദ്രവത്വമില്ല. പീഡനമുണ്ട്, കഷ്ടതയുണ്ട്, പോരാട്ടമുണ്ട്, അപമാനമുണ്ട്, നിന്നയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, അംഗീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബലം ഇന്ന് രാത്രി എന്നാന്നറിയാമോ? ഇതൊക്കെ സംഭവിച്ചാലും ഒരു ശക്തിക്കും ദ്രവത്വം കാണിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. ഈ മാർഗം ഒരു മാർമിക മാർഗമാകാൻ കാരണം കഴിഞ്ഞ 2000 വർഷമായി ഇതിനെ മുച്ചൂടുമുടിച്ചില്ലാതെയാക്കാൻ ലോകൈക ശക്തികൾ കൈകോർത്ത് ഒരുമിച്ച് അണിനിരന്നിട്ടും ഇന്നും പോരാടിയിട്ടും ഇതിന്റെ വളർച്ചയെ മുരടിപ്പിക്കാത്തതിന്റെ കാരണം ലോകത്തോട് പറയാൻ, ലോകമേ, പൈശാചിക ലോകമേ, നിങ്ങൾക്കത് കഴിയാത്തതിന്റെ കാരണം ഇവിടെ കോടീശ്വരന്മാരുള്ളത് കൊണ്ടല്ല, രാഷ്ട്രീയ പ്രമുഖരുള്ളത് കൊണ്ടല്ല. ഈ മാർഗം മാർമിക മാർഗമാണ്. ഹല്ലേലൂയ. ഈ രാത്രി ദൈവരാജ്യത്തോട് അകലം വിട്ട് പിൻപറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിനെ കുറിച്ചൊക്കെ അറിഞ്ഞു, രക്ഷിക്കപ്പെടണമെന്നറിഞ്ഞു, സ്നാനപ്പെടണമെന്നറിഞ്ഞു, എന്നാൽ സഭ എന്ന മാർമികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അധികം അറിയാതെ ചടങ്ങ് നടത്തി അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി എടുത്തു പറയാൻ പറയുന്നു, നീ ഒരു മർമ്മമായി മാറണമെങ്കിൽ ഈ രാജ്യത്തിനകത്ത് കയറണം. ഇതിന് പരിയം ചുറ്റി നടന്നിട്ട് ഞാൻ സ്നാനപ്പെട്ടില്ലേ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ഞാൻ സ്വോത്രകാഴ്ച അയച്ചു കൊടുത്തില്ലേ, പവർവിഷനിലേക്ക് കാശ് തന്നില്ലേ എന്നൊന്നും ചോദിച്ചാൽ ഇവിടെ രക്ഷപ്പെടിയല്ല. ആ കേസൊന്നും ഈ കോടതി എടുക്കുകയല്ല. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, സ്തോത്രം, എന്റെ പുത്രന്റെ ചോരയാൽ സമ്പാദിച്ച പുത്രന്റെ രാജ്യത്തിലേക്ക് ഇന്ന് രാത്രി പിടിവിട്ട് കയറാൻ ആര് തയ്യാറാകുന്നു, അവരെ ഒരു മർമ്മമാക്കാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണെന്ന്. നിന്നെ ഒതുക്കാൻ നിനക്ക് നേരെ ആഭിചാരമോ ക്ഷുദ്രമോ തലയോട്ടിയിൽ കൂടോത്രം ചെയ്താലും ഏകത്തിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ഇതിനകത്തെ ഒറിജിനൽ വിശ്വാസികൾ. ഹല്ലേലൂയ. ഇതറിയാത്തവർ ഇതിനിടെ കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങളിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നു, ദൈവം ഞങ്ങൾക്ക് തന്ന ജീവിതം ഒരു മിസ്റ്റോറിക്കൽ ലൈഫാണ്. ഇത് ആഭിചാരമേക്കാത്തതാണ്. എത്രയോ വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്നതെന്നറിയാമോ? യശയ്യാപ്രവചനത്തിന്റെ വാക്യത്തിൽ ദൈവദാസന്മാർ എങ്ങനെ എഴുതിയിട്ടില്ലേ? ദൈവത്തിന്റെ ഉറപ്പാണ്, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ സ്തോത്രം, നദി നിന്നെ മുക്കുകയില്ല, അഗ്നിജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയില്ല. എന്താ കാര്യം? വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ ചില വിഷയങ്ങളിൽ നീ ക്രോസ് ചെയ്യേണ്ടി വരും, ചില നദികളെ തരണം ചെയ്യേണ്ടി വരും, ചില പ്രശ്നങ്ങളെ കടന്നു പോകേണ്ടി വരും. പക്ഷെ ദൈവം പറയുന്നു, പേടിക്കണ്ട, പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതമില്ലത്. പ്രശ്നങ്ങളെ കൂടെ കടന്നു പോകുമ്പോൾ നദിക്ക് നിന്നെ മുക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയില്ല. അതിനർത്ഥം എന്താ? അങ്ങോട്ട് ഇറങ്ങി ചെല്ലും തോറും വെള്ളമില്ലാത്ത നദിയല്ല. നിങ്ങളതിന് ഇമാജിൻ ചെയ്യണം. വേദപുസ്തകം വായിക്കുമ്പോൾ പിക്ചറൈസ് ചെയ്ത് വായിക്കണം. ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർക്കാനൊന്നും പറ്റിയല്ല. പക്ഷെ എന്നാൽ ആ രംഗം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, വായിക്കണം. യെശയ്യാവിലെ ആ വാക്യം വായിക്കുമ്പോൾ എങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നു, നദി നിന്നെ മുക്കുകയില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആദ്യം മനസ്സിൽ വരണ്ടേ? 2 അടി മാത്രം വെള്ളമുള്ള, കാലിൻ്റെ നരിയാണി മുട്ടുവരെ മാത്രം വെള്ളമുള്ളൊരു നദി കൂടെ കടന്നു പോകുന്ന കാര്യമല്ല. 6 ആൾ പൊക്കമുള്ള നദിയിലൂടെ കടക്കുമ്പോൾ, ആ വാക്യത്തിൻ്റെ ഒറിജിനൽ വ്യാഖ്യാനം ഞാൻ വായിച്ചതും ഞാൻ ഗ്രഹിച്ചതും പറയാം. നീ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ കാല് നനയും. അങ്ങനെയല്ല നദിയിലേക്ക് ഇറങ്ങുന്നത്. സ്തോത്രം, മുട്ടോളമാകും, അരയോളമാകും, നെഞ്ചുവരെയാകും, മൂക്കറ്റമാകും, പിന്നെ ഇറങ്ങിയ തലമുങ്ങും. അതാ നദി. പക്ഷേ ഈ പറയപ്പെട്ട ആളോട് ദൈവം പറയുക, നീ അങ്ങ് ഇറങ്ങുമ്പോൾ 4 ആൾ പൊക്കവെള്ളത്തിൽ വെള്ളമുണ്ടെങ്കിലും നീ ചെല്ലുമ്പോൾ വെള്ളം പതുക്കെ താന്നു തരും.
സ്വത്രഹല അതാ മർമ്മം എന്ന് പറയുന്നത്. സ്വത്ര 2 അടി വെള്ളത്തിൽ ആർക്കും കിടക്കാം. 6 ആൾ പൊക്കം വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ നീ ദൈവത്തിന്റെ ആളാന്നറിയുമ്പോൾ, നീ ദൈവത്തിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവനാണെന്നറിയുമ്പോൾ, നീ ആത്മാവിൽ മുദ്ര വെക്കപ്പെട്ടവനാണെന്നറിയുമ്പോൾ, നിന്നെ കാണുമ്പോൾ ഈ പ്രശ്നം പതുക്കെ താഴാൻ തുടങ്ങും. നീ കടന്നു പോകുമ്പോൾ ഈ നദി നിന്നെ മുക്കത്തില്ല. സ്വത്രം ചെയ്യുന്ന രാത്രികാലം എത്ര പേര് ക്രിസ്തീയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്? ഒരു മതമല്ലിത്, ഇതൊരു മാർഗമാണ്, ഇതൊരു മാർമിക മാർഗമാണ്. പൗലോസ് ഇവിടെ പറയുന്നു, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പുതിയ നിയമത്തെ ധന്യനായ പൗലോസ് ശ്ലീഹ 7 പ്രധാന മർമ്മങ്ങൾക്കകത്ത് ഒതുക്കിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെയുള്ള ക്രിസ്തുവിന്റെ ജനനം മുതൽ സ്തോത്രം ഈ കാണുന്നതെല്ലാം കത്തിയടിഞ്ഞ് നിത്യത പുലർന്ന് ദൈവവും തൻ്റെ മക്കളും മാത്രമായി ഒന്നിച്ച് പുത്തനാമരിശരവിലായിരിക്കുന്ന കാലഘട്ടം വരെയുള്ള കാലങ്ങളെ, ഇത്രയും കാര്യങ്ങളെ പൗലോസ് എന്ന ദാർശനികനും മാർമിക രഹസ്യങ്ങളുടെ കലവറക്കാരനുമായിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ പൗലോസ് സ്തോത്രം പുതിയ നിയമത്തെ 7 മർമ്മങ്ങൾക്കകത്ത് ഒതുക്കിയിരിക്കുകയാണ്. അത് തൻ്റെ വ്യത്യസ്ത ലേഖനങ്ങൾക്കകത്താണ് ചതറിക്കിടക്കുന്നത്. ഈ രാത്രി പറയാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ 7 മർമ്മങ്ങളാണ്. എവിടെ വരെ എത്തുമെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിക്കുന്നതും പ്രതികരിക്കുന്നതും ദൈവമക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ദൂത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സ്തോത്രം ഞാൻ ശ്രമിക്കാം 7 എണ്ണവും ആത്മാവിൽ ആത്മാർത്ഥമായി പറയാൻ. സ്തോത്രം ക്രിസ്ത്യാനിത്വത്തെ, ദൈവീകതയെ, ഈ മാർഗത്തെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞങ്ങളെ അകലെ നിന്നോ അകത്തു നിന്നോ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനതിനെ സവിസ്തരം ശാന്തമായി സ്തോത്രം നിങ്ങളുടെ മധ്യത്തിൽ പ്രതിപാദിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം ഈ വാക്യം നോക്കിയേ, ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ ഒന്നിനു പുറകെ ഒന്നായി വിശദീകരിക്കുമ്പോൾ ആ കാര്യത്തെ ഒന്നോടെ തൊട്ട് പറയാം. അതിൻ്റെ ഓർഡറിൽ വിവിധ ലേഖനങ്ങളിൽ ചതറിക്കിടക്കുന്ന 7 മർമ്മങ്ങളെ അതിൻ്റെ ഓർഡറിൽ പറയാം. ഒന്നാമത്തത് തെസ്സലോനിക്ക ലേഖനത്തിനകത്താണ്. 1 തെസ്സലോനിക്ക 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. നോക്കൂ, 1 തിമോത്തിയോസ് 3:16 വായിച്ചു കേൾപ്പിക്കും. ഒന്നാമത്തെ സ്തോത്രം ക്രിസ്തുവും മാർഗത്തെ, അഥവാ പുതിയ നിയമത്തിൻ്റെ 1-ാമത്തെ മർമ്മം പൗലോസ് എഴുതിയിരിക്കുന്നത് 1 തിമോത്തിയോസ് 3:16 വായിച്ചാട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അടുത്തത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, അടുത്തത് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വലിയതാകുന്നു. പൗലോസിന്റെ പ്രൗഢഗംഭീരമായിരിക്കുന്ന എഴുത്തു ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നതാണത്. തത്വത്തിൽ ആ വാക്യം വായിച്ചപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി. എന്താണത്? ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന മർമ്മമാണ് ഈ മർമ്മം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആര്? സർവശക്തനായിരിക്കുന്ന ദൈവം, അഖിലാണ്ട സൃഷ്ടാവായവൻ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ, ഈ കാണുന്ന സകലത്തിനും ഭംഗിയും പകട്ടും നൽകിയവൻ, ആകാശത്ത് വിരിച്ചവൻ, ഭൂമിയെ സ്തോത്രം നാസ്തിത്വമേൽ തൂക്കിയിരിക്കുന്നവൻ, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെ മുഴുവൻ അതതിൻ്റെ സ്ഥാനത്ത് നിർത്തുന്നവൻ, നക്ഷത്ര ഗണങ്ങളെ മുഴുവൻ പേർ ചൊല്ലി വിളിക്കുന്നവൻ, കടലിലും കരയിലും ആകാശത്തുമായി സകലത്തെയും സൃഷ്ടിച്ച് അതിൻ്റെ ആഹാരങ്ങളെ കൊടുക്കുന്ന മഹാദൈവം. ആ ദൈവം ഒരിക്കൽ നമ്മളിൽ ഒരുവനെ പോലെ ജഡത്തിൽ വെളിപ്പെട്ടു. ആ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു. ലോകത്തിനത് മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്തതിന്റെ കാരണം ഇതൊരു മർമ്മമായതുകൊണ്ടാണ്. ഇന്ന് രാത്രി യേശു ദൈവമാണെന്ന് ആരോ പറഞ്ഞു കേട്ടതല്ല, അനുഭവത്തിൽ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത് ഭാഗ്യമാണെന്ന് എണ്ണുന്ന ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
യൗവനക്കാരും മക്കളും കൊച്ചുമക്കളൊക്കെ അടങ്ങുന്ന പ്രൗഢമായ വലിയൊരു ജനാവലിയുള്ള മനോഹരമായിരിക്കുന്ന ഈ ആത്മീക യോഗത്തിനകത്ത് നിന്നുകൊണ്ട് പറയാം, യേശു ദൈവമാണെന്ന് പഴയ ചരിത്രത്തിൽ എവിടെയോ താളിയോലയിൽ എഴുതി വെച്ചതല്ല, മറിച്ച് ഇന്ന് രാത്രികാലം അവൻ ദൈവമാണെന്ന് തെളിയിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതിനിന്ന് രാത്രി നിന്റെ ജീവിതത്തിലെ ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവൻ തെളിയിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രി നീ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ. അവൻ ദൈവമാകയാൽ ദൈവത്തിന്റെ സനാതനത്വം, ദൈവത്തിന്റെ സർവശക്തി ഇതെല്ലാം അടങ്ങിയവനാണ് കർത്താവ്. ആ ദൈവം മനുഷ്യനായി വന്നവനാണ് യേശു. യേശു ഒരു ചരിത്ര പുരുഷനല്ല, യേശു ഒരു പ്രവാചകനല്ല, യേശു ഹല്ലേലൂയ ഒരു മതസ്ഥാപകനല്ല. യേശു ക്രിസ്തു ദൈവമാണ്. അതൊരു മർമ്മമാണെന്ന് പറയാൻ ഇന്ന് രാത്രി ഞങ്ങൾ ശങ്കിക്കുന്നില്ല. ഞങ്ങളുടെ കർത്താവ് ദൈവമാണ്. ഒരുപക്ഷെ ലോകത്തിലെല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടാകില്ല. വിശ്വസിക്കാത്തവരോട് യാതൊരു പരിഭവവും ഞങ്ങൾക്കില്ല, ഒരു എതിർപ്പുമില്ല. അതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ, നിങ്ങൾക്കത് മനസ്സിലാകാതെ പോയത് ഇത് ബയോളജിയോ കെമിസ്ട്രിയോ അല്ല, ഇതൊരു മിസ്റ്ററിയാണ്. അതുകൊണ്ട് പലർക്കും അത് പിടികിട്ടിയില്ല. സുവിശേഷ യോഗത്തിലോ ഞങ്ങൾ നിങ്ങളുടെ വാതിക്കൽ വന്ന് കോളിംഗ് ബെല്ലടിച്ച് കർത്താവിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴോ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ, യേശു ദൈവമാണ്, ന്യായം വിധിപ്പാൻ അധികാരമുള്ള ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കാൻ കരുത്തുള്ള ദൈവമാണ്. സ്തോത്രം, ദൈവമാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ബുദ്ധിയും കൂടി ഒന്ന് ഉപയോഗിച്ചാൽ മതി. എല്ലാ മതങ്ങളും പറയുന്നു ഒരു ന്യായവിധി ഉണ്ടാകും, മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവർത്തിക്കും തക്ക ന്യായവിധി. ഇത് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നു, വിവിധ രീതിയിലാണ് പറയുന്നതെന്നുള്ളൂ. ഞാൻ തൃശ്ശൂർ അഭ്യസ്തവിദ്യരായ, ജ്ഞാനമുള്ള, കരുത്തരായ, സമർത്ഥരായ, ചിന്താശീലരായ, വിദ്യാസമ്പന്നരായ ഈ നാട്ടിലെ സമുന്നതരായ ആളുകളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ്. നാം എല്ലാവരും മരിച്ച് അടക്കപ്പെട്ട് അന്ത്യന്യായവിധി ദിവസത്തിൽ അങ്ങ് ചെല്ലുമ്പോൾ ന്യായവിസ്താര സദസ്സിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കാനിരിക്കുന്ന ദൈവം ആരായിരിക്കും? പതുക്കെ ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഇന്ന് വരണമെന്നുമില്ല. സ്തോത്രം. എന്തായിരിക്കും നിങ്ങളുടെ ഭാവന? എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഓരോ എയർക്രാഫ്റ്റുകാർക്കും കൗണ്ടറുണ്ട്. എയർ ഇന്ത്യക്കുണ്ട്, ഗൾഫ് എയറിനുണ്ട്, ഖത്തർ എയർവേസിനുണ്ട്, സ്തോത്രം, നിത്തിഹാദിനുണ്ട്. എല്ലാവർക്കും ചെല്ലുമ്പോൾ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്ക് കാണാം ഓരോ കൗണ്ടറുകളുണ്ട്. അതത് ടിക്കറ്റ് എടുത്തിരിക്കുന്നവർ അതത് കൗണ്ടറിലേക്കാണ് ചെല്ലുന്നത്. ഇതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാ മതത്തിനും കൗണ്ടർ ഉണ്ടാവുമോ? ഉണ്ടാവോ? അത്രയും താന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാർ തൃശ്ശൂരില്ലെന്നാണ് വിചാരിക്കുന്നത്. അവിടെ കൗണ്ടറൊന്നുമില്ല, അവിടെ മതമില്ല, അവിടെ ജാതിയില്ല, അവിടെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ന്യായം വിധിക്കാനിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം യേശുവാണെന്ന് പച്ചക്കെഴുതിയിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. ഞാൻ ഈ പറയുന്ന സത്യം ഒരുപക്ഷെ ഇന്ന് രാത്രിക്കാലം പുച്ഛത്തോടെ തള്ളാം. പക്ഷെ ഞാൻ ഇവിടെ ഇന്ന് രാത്രി മൈക്കും പിടിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലൊരു ദിവസം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്ന് തൃശ്ശൂർ 2024 ജനുവരി മാസം 12-ാം തീയതി രാത്രി സ്തോത്രം ദൂരത്തുനിന്ന് വന്ന ഒരു മനുഷ്യൻ ഈ കാര്യം പറഞ്ഞിരുന്നു എന്ന് തേജോരൂപിയായി സിംഹാസനത്തിൽ ഇരിക്കുന്ന എൻ്റെ കർത്താവ് ന്യായവിസ്താരത്തിന് ഇരിക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർ, യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കാത്തവർ അവൻ്റെ മുമ്പിൽ വണങ്ങി കർത്താവേ എന്ന് വിളിച്ചിട്ട് നിത്യ തീപ്പൊയ്കയിലേക്ക് പോകുന്ന ഒരു ദിവസം വരും. അന്ന് തൃശ്ശൂർ ഈ കേൾക്കുന്ന ആരും ലജ്ജയിൽ കലർന്ന് തല താഴ്ത്തി തീപ്പൊയ്കയിലേക്ക് പോകാതിരിപ്പാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ എന്റെ ശക്തി മുഴുവൻ എടുത്തോണ്ട് പറയുന്നു, യേശു ന്യായം വിധിപ്പാൻ അധികാരമുള്ള ദൈവമാണ്. ഒരു ദിവസം നമ്മൾ അറിയേണ്ട വരും. സ്തോത്രം. അത് ഇന്ന് അറിഞ്ഞാൽ നല്ലത്. അതുകൊണ്ട് ഈ വാക്യം ഒരു മാർമികമായി പറഞ്ഞിരിക്കുന്നു. ദൈവം മനുഷ്യനായി അവൻ ഈ ഭൂമിയുടെ വിരിമാറിൽ നടന്നു. 33.5 വർഷക്കാലം മനുഷ്യനായി നടന്നു. യഹൂദന്മാർക്ക് അവനെ പിടികിട്ടിയില്ല.
യൂദാ കുലത്തിലെ കുലപതിയായി ന്യായപ്രമാണ സംബന്ധമായി താർക്കികനായ ഏറ്റവും ശ്രേഷ്ഠനായ ഗമാലിയേൽ എന്ന ഗുരുനാഥന്റെ കാൽപാദത്തിലിരുന്ന് ന്യായപ്രമാണം അരച്ച് കലക്കിയ പൗലോസ് പിന്നീട് എഴുതി, ഞങ്ങളുടെ മതം അവനെ അറിഞ്ഞിരുന്നെങ്കിൽ ക്രൂശിക്കില്ലായിരുന്നു. ഈ കുറ്റസമ്മതം പിന്നീട് ഒരിക്കലാണെങ്കിലും നടത്തേണ്ടി വരും ഓരോ മനുഷ്യനും. അയ്യോ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിൽ പോകില്ലായിരുന്നു എന്ന് അന്ന് പറയാതിരിപ്പാൻ ഇന്ന് രാത്രി അറിയിക്കേണ്ട ചുമതല ഞങ്ങളുടേതായിരിക്കുക. ഞങ്ങൾ ഉറക്കെ പറയുന്നു, യേശു ദൈവമാണ്, വെറും ദൈവമല്ല, മനുഷ്യനെ ന്യായം വിധിപ്പാൻ അധികാരമുള്ള ദൈവം. അതൊരു പട്ടികയായിട്ട് എഴുതിയിരിക്കുന്നത്. പാസ്റ്റർ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അടുത്ത വാക്ക് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാക്കൊക്കെ കർത്തൃദാസന്മാരെങ്കിലും ശ്രദ്ധിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ആരെക്കുറിച്ചായി പറയുന്നേ? യേശുക്രിസ്തുവിനെ കുറിച്ച്. അതെന്നെ അങ്ങനെ പറയുന്നേ? തേജസ് വാരി ഉടുത്തവനായി 10,000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചു നിന്നാൽ എത്ര ശോഭയുണ്ടോ അതുപോലെ തേജസ്സിൽ കത്തി നിന്ന ദൈവമാണ് യേശു. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്നുള്ള വാക്കിന്റെ അർത്ഥം, അഗ്നിമയ ദൂതന്മാർ പോലും ഈ ദൈവസിംഹാസനത്തെ നോക്കാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി നിന്നാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പരിശുദ്ധൻ 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 എന്ന് ആർത്തു വിളിച്ചത്. നേരെ ചൊവ്വേ പറഞ്ഞാൽ അവര് പോലും എന്റെ കർത്താവിന്റെ തേജസ് ഉള്ളത് കൊണ്ട് ദൂതന്മാര് പോലും നേരെ ചൊവ്വേ അവനെ കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴാ കണ്ടത്? മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ഉലകം വിട്ട് ഉന്നതം വിട്ട് താണഭൂമിയിൽ വന്ന് ഒരു പുൽത്തൊട്ടിൽ കിടക്കുമ്പോഴാണ് അവര് പോലും യേശുവിനെ കണ്ടത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു മർമ്മമാ സഹോദരങ്ങളെ. ചുമ്മാ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉട്ടോപ്യൻ ആശയവും ഐതിഹ്യങ്ങളും കൂട്ടിച്ചേർത്ത് സമകാലിക പ്രശ്നങ്ങളെ എല്ലാം കൂടി നിരത്തി മനുഷ്യൻ ഇന്ന് കരണ്ടില്ല, വെള്ളമില്ല, ഓക്സിജനില്ല, ഓസോൺ പാളി കീറി എന്ന് പറയാൻ വന്നവനല്ല ഞാൻ. ഇന്ന് രാത്രി എന്റെ യേശു ദൈവമാണ്. അവൻ ദൂതന്മാര് പോലും കാണാത്തവനായിരുന്നു. അവൻ മനുഷ്യരുടെ ഇടയിലൂടെ വിശന്നവനും ദാഹിച്ചവനുമായി നടന്നെങ്കിൽ നിങ്ങൾ അവനെ ചെറുതായി കാണരുത്. നമ്മുടെ ബലഹീനത നിമിത്തമാണ് അവൻ ജഡത്തിൽ വരേണ്ടി വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് കൊച്ചായി കാണരുത്. അഗ്നിമയ ദൂതന്മാര് പോലും നോക്കാൻ ഭയപ്പെട്ടവൻ. സ്തോത്രം. സാധാരണക്കാരൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചു. വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് കൂലി മേടിച്ച് പ്രൈവറ്റ് വണ്ടിയുടെ സീറ്റേലിരുന്ന് ഉറങ്ങുന്നവനെ പോലെ സ്തോത്രം പടകിൽ തലവെച്ചുറങ്ങി. ഇതൊക്കെ കണ്ടിട്ട് യേശുവിനെ പുച്ഛിക്കരുത്. മനുഷ്യനെ രക്ഷിപ്പാൻ മതങ്ങൾ ഒരുക്കിയ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും വഴിപാടുകൾക്കും കഴിയാതെ പോയപ്പോൾ കരുണാമയനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവത്തെ ഊരി വെച്ചിട്ട് വന്ന യേശു. അവൻ ദൈവമാണ്. മാത്രമോ അതിൻ്റെ താഴേക്കുള്ള വാക്കുകൾ ഓരോന്നും എടുത്ത് പ്രസംഗിച്ച് ഓരോ രാത്രിക്കുള്ള വഴിയുണ്ട്. അടുത്ത വാക്ക് നോക്കി എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ലോക ചരിത്രത്തിൽ ഇത്രത്തോളം പ്രസംഗിക്കപ്പെടുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടോ? സ്തോത്രം. ലോകത്തിൽ ഇന്ന് അറിയപ്പെടുന്ന വൻപൻ നഗരങ്ങൾ, അമേരിക്കയിലെ ന്യൂയോർക്കോ, ഇംഗ്ലണ്ടിലെ ലണ്ടനോ, പാരീസോ, ദുബായിയോ എന്ന് വേണ്ട ലോകത്തിലെ അതിശ്രേഷ്ഠ സാമ്രാജ്യങ്ങളടക്കം, ഇനി വേണ്ട താഴേക്ക് വന്നാൽ ബോംബെയിലെ ചുമന്ന തെരുവടക്കം, ഏതോണം കയറാ മൂലയിലും ഇതുപോലെ പ്രസംഗിക്കപ്പെടുന്ന ഒരുവൻ വേറെ ഇല്ലെന്ന് കണ്ണടച്ചിരുട്ടാക്കാത്തവർ പറയേണ്ടി വരും. അതുപോലെ പ്രസംഗിക്കപ്പെടുന്നു. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്നതൊരു വസ്തുതയല്ല. ഞങ്ങൾ ജാതികളുടെ ഇടയിൽ, ഞങ്ങൾ ലോകത്തിൽ പ്രസംഗിക്കുന്നത് സ്തോത്രം ഏതെങ്കിലും വസ്തുതയല്ല, ഒരു വ്യക്തിയെയാണ്. അത് യേശുക്രിസ്തുവാണ്.
അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ നോക്കി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. സ്തോത്രം. അടുത്ത വാക്കാണ് ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ഇത്രയും ആളുകൾ വിശ്വസിക്കുന്ന ഒരാളാരുണ്ട്? യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ അനുഭവം, ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാൻ നോക്കിയാൽ, ആളുകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ നോക്കിയാൽ, ഇന്ന് രാത്രി എനിക്ക് തന്നതിൽ കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. പക്ഷെങ്കിൽ ഇന്ന് രാത്രിക്കാലം പറയാം. സ്തോത്രം. അതിന് ഞാൻ ദൈവമക്കൾക്കും പരിചിതമായിരിക്കുന്നൊരു വാക്ക് പറയാം: അനന്തവിദൂര ഭാവിയിൽ സ്വർഗം തുറക്കും, കാഹളം ധ്വനിക്കും, ഇവിടുന്ന് കർത്താവിൻ്റെ സഭ എടുത്തുകൊള്ളപ്പെടും. അവിടെ ചെല്ലുമ്പോൾ യോഹന്നാൻ കണ്ടൊരു കാഴ്ച യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം പെറ്റുവളർന്ന് പടർന്ന് പന്തലിച്ച ഒരു ന്യൂനപക്ഷമല്ല. കർത്താവിൻ്റെ സഭയ്ക്ക് മാത്രം അധികാരത്തോടെ അഭിമാനത്തോടെ അവകാശപ്പെടാനുള്ള കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കൂട്ടരും ഉണ്ട്. ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളും ഇതിൽ നിന്ന് എല്ലാത്തിന്നും യേശുവിനെ വിശ്വസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇത് കാണണമെങ്കിൽ അധികം താമസിയാതെ കോടാനുകോടി വിശുദ്ധന്മാർ കാത്തിരിക്കുന്ന സ്വർഗീയ പൊൻപുലരിയിൽ ആകാശം തുറക്കുന്ന ദിവസം ആയാറിലെ മണിയറയിൽ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരും മൺമറഞ്ഞ ഭക്തന്മാരും അടക്കം ഒന്നിച്ചു കൂടുന്ന സദസ്സിൽ നിങ്ങൾക്ക് കാണാം, ഇവിടത്തെ വൻപൻ കുടുംബത്തിൽ നിന്ന് മുതൽ ഇവിടെ ചവിട്ടി താഴ്ത്തിപ്പെട്ടവർ വരെ, സമൂഹം വൃത്തികൽപ്പിച്ചവർ മുതൽ അവർണ്ണനും സവർണ്ണനും ഒരുപോലെ യേശുവിനെ വിശ്വസിച്ച ഒരു മഹാസദസ്സാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് ഇതുപോലെ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടവൻ ആരുണ്ട്? ഏതെങ്കിലും ഒരു വിഭാഗക്കാർ മാത്രം വിശ്വസിക്കുന്നവനല്ല. എല്ലാ ജാതികളും, ലോകത്തിലെ നാനാജാതി മതസ്ഥർ അവനെ വിശ്വസിച്ചു. ആ വിശ്വസിച്ചവരെല്ലാം ദൈവത്തെ അനുസരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ ദൈവം പങ്കുവെച്ചു. ഒന്നാമത്തെ വാക്ക്, സ്തോത്രം, ക്രിസ്തു ഭൂമിയിൽ വന്നത് പുതിയ നിയമത്തിൻ്റെ ഒന്നാമത്തെ മർമ്മമാണ്. രണ്ടാമത്തെ മർമ്മം എഫേസ്യ ലേഖനത്തിലാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ കർത്തൃദാസൻ വായിച്ചു കേൾപ്പിക്കുക. എഫേസ്യ ലേഖനം സ്തോത്രം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കാമോ? ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അടുത്ത വാക്ക്, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. പൗലോസ് ഇവിടെ എഫേസോസിന്റെ സഭയ്ക്ക് ലേഖനം എഴുതുന്നതിൽ പറയുന്നു. വാസ്തവത്തിൽ 3-1 മുതൽ വായിക്കണ്ട, ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് 5-ാം വാക്യത്തിൽ വായിക്കുന്നു: ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടു, പക്ഷെ പൂർവ്വകാലത്ത് ആർക്കും വെളിപ്പെട്ടിരുന്നില്ല, അറിവായി വന്നിരുന്നില്ല. അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടു. അത് പണ്ടത്തെ ഭക്തന്മാർക്കത് വെളിപ്പെട്ടിരുന്നില്ല. അതെന്താണെന്ന് എഴുതിയിരിക്കുന്ന 6-ാം വാക്യം. അതെന്താണ്? അതോ ജാതികൾ സുവിശേഷ, പദങ്ങൾ ശ്രദ്ധിച്ചോളണം. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികൾ ഏക ശരീരസ്ഥന് വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം. നോക്കണേ, പഴയ നിയമകാലത്ത് യഹൂദന്മാർ അവകാശപ്പെട്ടിരുന്നത് യഹൂദന്മാരുടെ കുത്തകയായിരുന്നു സാക്ഷാൽ ദൈവം, ആരാധന, ആലയം, വാഗ്ദത്തങ്ങൾ. ഇത് എഴുതിയിരിക്കുന്നത് റോമർ 9:4 എഴുതി വെക്കുന്നവരുടെ എഴുതി വെച്ച് പിന്നീട് പഠിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, പുത്രത്വം അവർക്കുള്ളത്, ആലയവും പിതാക്കന്മാരും ദൈവവും വാഗ്ദത്തങ്ങളും ഇതെല്ലാം അവർക്കുള്ളത്. ബാക്കി യഹൂദ മതത്തിന് വെളിയിൽ കിടന്നവർക്കാർക്കും ദൈവത്തെ ദൈവമെന്ന് വിളിക്കാനുള്ള അവകാശമില്ല. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അവർക്ക് യാതൊരു സംബന്ധവുമില്ല. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ എഴുതിയത്, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു എല്ലാവരും.
എന്നാൽ രണ്ടാമത്തെ മർമ്മം കേട്ടോളണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച കുടുംബം വിഷയമല്ല, വളർന്ന പശ്ചാത്തലം വിഷയമല്ല, ചെയ്തു പോയ പാപങ്ങൾ വിഷയമല്ല. ഇതൊന്നും പരിഗണിക്കുന്നില്ല. സ്തോത്രം. സുവിശേഷം ലോകത്തിൽ വന്നു. സുവിശേഷത്താൽ ഏത് അറം പറ്റിയ ജാതിക്കും സ്വർഗത്തിൽ അവകാശം നേടാം. ദൈവമക്കൾക്ക് എത്ര പേർക്ക് അത് പിടികിട്ടിയെന്ന് എനിക്കറിയില്ല. നോടെ പറയാം. അവിടെ എഴുതിയിരിക്കുന്നു, സുവിശേഷം വിശ്വസിച്ചാൽ. എന്താ സുവിശേഷം? യേശുക്രിസ്തു പാപപരിഹാരകനായി ലോകത്തിൽ വന്നു എന്നും മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി പൊന്തിയോസ് പീലാത്തോസിന്റെ കാലഘട്ടത്തിൽ പല കോടതികൾ വിസ്തരിക്കപ്പെട്ടു. ഒരു ജഡ്ജിക്കും തന്നെ കുറ്റവാളി എന്ന് പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും ദൈവിക കോടതിയുടെ നിയമനപ്രകാരം കാൽവരിക്കുന്നിൽ ജീവൻ കൊടുത്ത് രക്തം ചീന്തി മരിച്ച യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനാണ് കാൽവരിയിൽ മരിച്ചതെന്നും അവിടെ നിന്റെ രക്ഷകനാണെന്നും ആരെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാകുന്നതാണ് സുവിശേഷത്തിന്റെ ഉള്ളടക്കം. ആ സുവിശേഷം ആരെങ്കിലും വിശ്വസിച്ചാൽ അവരുടെ വയറ്റിലെ മുഴ പോകുമെന്നോ കാലിലെ നീര് പോകുമെന്നോ മുഖത്തെ അരിമ്പാറ പോകുന്നൊന്നും അല്ല ബൈബിള് പറഞ്ഞത്. അത് ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചു വിടാം, ചിലപ്പോൾ അതൊക്കെ മാറിയേക്കാം. അത് സൗജന്യമാണ്. നിങ്ങളുടെ അരിമ്പാറ മാറിയത് കൊണ്ട് സ്വർഗത്തിൽ പോകുന്നൊന്നും വിചാരിക്കരുത്. സ്തോത്രം. അതും പറഞ്ഞുകൊണ്ട് അത് ടിക്കറ്റ് അല്ല. മനസ്സിലായോ? സ്തോത്രം. അത് വിസയല്ല. അതും കൈ പിടിച്ചോണ്ടിരിക്കരുത്. സ്വർഗത്തിൽ അവകാശമുണ്ടാകണമെങ്കിൽ അത് സുവിശേഷത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. പണം കൊടുത്താൽ പറ്റില്ല, പാരമ്പര്യം പറഞ്ഞാൽ പറ്റില്ല, വെള്ളിപ്പച്ചൻ ഉപദേശിയായതുകൊണ്ടും പറ്റില്ല. സുവിശേഷത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് പോലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഇതൊരു മർമ്മമാണ്. ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം നേരത്തെ ചത്തുപോയവരൊക്കെ എന്തിയേ? ഞങ്ങളുടെ അപ്പച്ചൻ പാവമായിരുന്നല്ലോ, പുള്ളി ഒന്നും നമുക്കറിയില്ല. വേദപുസ്തകം ഞാൻ പറയുന്നു, ബൈബിള് പറയുന്നു, യേശുക്രിസ്തുവിന്റെ സത്യവചനം ഇന്ന് രാത്രി തൃശ്ശൂർ പ്രസംഗിക്കപ്പെടുമ്പോൾ യേശു ലോകത്തിൽ വന്നു, പലസ്തീന്റെ തെരുവിൽ കാര്യങ്ങൾ നടത്തിയിട്ട് മടങ്ങിപ്പോകുകയല്ല. യേശുക്രിസ്തുവിന്റെ ആഗമനവും കർത്താവിന്റെ സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം, സുവിശേഷം വിശ്വസിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാകാം. അങ്ങനെയല്ലേ വായിച്ചത്? അതൊരു മർമ്മമാണ്. നമുക്ക് പോലും അതങ്ങ് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയായിരുന്നെങ്കിലും നല്ല സ്തോത്രമെങ്കിലും പറഞ്ഞേനെ. കാരണം എന്താ? നമ്മൾ ഈ മണ്ണിൽ മല്ല് പിടിച്ച് ജീവിച്ച് സ്തോത്രം പിള്ളേരെ വളർത്ത് ജീവിക്കുമ്പോൾ ഈ കാര്യത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയിട്ടില്ല. സുവിശേഷം വിശ്വസിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ആ മർമ്മം അതോ സുവിശേഷത്താൽ ജാതികൾക്ക് ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാകാന്ന്. കൂട്ടവകാശി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ടെർമിനോളജി എന്താണെന്നറിയാമോ? ജോയിന്റ് അക്കൗണ്ട്. കേട്ടോ, ജോയിന്റ് അക്കൗണ്ട്. ബാങ്കിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം. ബാങ്കിൽ പോയാൽ ജോയിന്റ് അക്കൗണ്ട് എടുക്കാം. ഭാര്യയും ഭർത്താവും കൂടി ഒരു ജോയിന്റ് അക്കൗണ്ട് എടുക്കുകയാണ്. 1,00,000 രൂപ ബാങ്കിലിട്ടു. രണ്ടുപേരും കൂടി ജോയിന്റ് അക്കൗണ്ട് ഇട്ട് 1,00,000 രൂപ ആ ജോയിന്റ് അക്കൗണ്ടിൽ ബാങ്കിലിട്ടാൽ ഭാര്യയ്ക്ക് 50,000 ഭർത്താവിന് 50,000 എന്നല്ല ബാങ്കിന്റെ സ്റ്റാറ്റസ്. രണ്ടുപേർക്കും 1,00,000 അവകാശം. അതാ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ചാൽ യേശുവിന് സ്വർഗത്തിൽ എന്തുണ്ടോ അത് ഈ വിശ്വസിച്ചവനും കിട്ടൂന്ന്. ഹല്ലേലൂയ. 10-20 പേർക്ക് പിടികിട്ടി. ബാക്കിയുള്ളവർ യേശുവിനെ വിശ്വസിച്ചത് ഇവിടെ വീട് കിട്ടാനും കാറ് കിട്ടാനൊക്കെ ആയിരിക്കാം. അവർക്കത് കിട്ടിക്കോട്ടെ. യേശുവിനെ സുവിശേഷത്തിലൂടെ വിശ്വസിച്ചാൽ സ്തോത്രം, ഇതൊരു മർമ്മമാണ്. സ്വർഗത്തിൽ അവകാശം കിട്ടും. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ഏതെങ്കിലും പ്രവാചകനെ വിളിച്ചിരുത്തി ചീട്ടിട്ടെടുക്കുന്നതല്ല. ഇത് നിന്റെ സ്വന്തമാകണമെങ്കിൽ യേശുക്രിസ്തുവിനോട് സുവിശേഷം വിശ്വസിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ വാഗ്ദത്തങ്ങൾ മുഴുവൻ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുഴുവൻ ഇനി ആരും വീട്ടിൽ വന്ന് പറയണ്ട, അതെന്റെ സ്വന്തമാകും.
അതുകൊണ്ടാണ് ഇത് മിസ്റ്ററിയാന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്ന മർമ്മം. 2, അവതരിച്ച് ആ വഴിക്ക് അങ്ങ് പോവുകയല്ലായിരുന്നു. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, ആരെങ്കിലും വിശ്വസിക്കുന്നു, ആ വിശ്വസിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും വാഗ്ദത്തത്തിൻ്റെ അവകാശികളും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അവകാശികളുമായി മാറുന്നു എന്ന മർമ്മം ഉണ്ട്. ഇവിടെ കേസിനും വഴക്കിനൊന്നും പോകാതെ വസ്തു പോയാലും അപ്പൻ 1 സെന്റ് ഭൂമി പോലും തന്നില്ലെങ്കിലും ചിരിച്ചോണ്ടിറങ്ങിപ്പോകുന്നത്. തൃശ്ശൂർ, അത് ഞാൻ ഒന്നോടെ ധൈര്യമായി പറഞ്ഞോട്ടെ. സ്തോത്രം, മനസ്സിലായോ? കസേര പോയാലും ഇരിപ്പിടം പോയാലും കിടക്കാടം പോയാലും വേദപുസ്തകം പറയുന്നു, സമ്പത്തുക്കളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചത് സ്വർഗത്തിൽ ചിലതുണ്ടെന്ന് അറിഞ്ഞോണ്ടാണ്. സുവിശേഷം വിശ്വസിച്ചാൽ നഷ്ടപ്പെട്ടതിൻ്റെ 1000 മടങ്ങ് അവിടെയുണ്ട്. ഇതൊരു മർമ്മമാണ്. 3ാമത്തെ മർമ്മമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്, കൊലോസ്യ ലേഖനം 1:27. ആമുഖത്തിൽ അല്പം പറഞ്ഞതാണെങ്കിൽ ഒന്നോടെ പറയാം. എന്താണ് ആ മർമ്മം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു സുവിശേഷം വിശ്വസിച്ച് കഴിയുമ്പോൾ ഈ സുവിശേഷം വിശ്വസിച്ചവൻ ആരാധിക്കുന്നത് ഒരേ ഒരു ദൈവത്തെയാണ്. ആണ് സുവിശേഷം വിശ്വസിച്ചാൽ പിന്നെ എല്ലാത്തിനും ദൈവം നാം വിളിക്കുകയല്ല, എല്ലാത്തിനും മുമ്പിൽ വീണ് വണങ്ങിയല്ല. സാക്ഷാൽ ദൈവമായവൻ, രക്ഷകനായകൻ, ആ രക്ഷാമൂർത്തിയായ ആരാധ്യൻ, ആ ആരാധ്യനെ സ്തോത്രം ആണ്ടിലൊരിക്കൽ എവിടെയെങ്കിലും പോയി കാണുന്നവരല്ല ഈ കൂട്ടര്. മനസ്സിലാകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഞങ്ങളുടെ ആരാധന പ്രതിഷ്ഠിച്ചിട്ട് സീസണിൽ പോയി കാണുകയല്ല. പിന്നെയോ ഇതൊരു മർമ്മമാകാൻ കാരണം ഞങ്ങളുടെ ആരാധ്യൻ ഞങ്ങളുടെ അകത്ത് വസിക്കുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്രോത്ര എപ്പോഴും ഞങ്ങളുടെ ശരീരത്തെ ദൈവ മന്ദിരമാക്കിയിട്ട് ഞങ്ങളുടെ അകത്ത് വാഴുന്ന സർവവ്യാപിയായ മഹാദൈവത്തെ ആരാധ്യനായി ഇന്ന് രാത്രി ലഭിച്ചതോർത്ത് ഇതൊക്കെ ഒരു മർമ്മമാണെന്ന് പറയുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയുണ്ട്. ഈ രാത്രി വിശ്വസിക്കുക, നമ്മുടെ ആരാധ്യൻ നമ്മുടെ അകത്തായിരിക്കുന്നേ. ഹല്ലേലൂയ. ഇതൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാളെ മുതൽ BP-യുടെ ഗുളിക കഴിക്കേണ്ട വരികയല്ല. കാരണം നമുക്ക് പേടിയാണ്. ആരാണ്ട് നമ്മുടെ വീട്ടിലേക്ക് ചെത്തിപ്പൂ എറിഞ്ഞു, മറ്റവൻ കൊണ്ടുവന്ന് കെൻഡി കലക്കി, ഇവൻ കൊണ്ടുവന്ന് മുട്ടയ്ക്കകത്ത്, ഈ പേടിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാനത് പറയുമ്പോൾ ആളോട് പറയാറുണ്ട്, കർത്താവിനെ കല്ലറയ്ക്കകത്ത്, യോസേപ്പിൻ്റെ കല്ലറയ്ക്കകത്ത് കൊണ്ടുപോയി അടക്കിയിട്ട് വലിയ പടുകൂറ്റൻ കല്ലുകൊണ്ട് വാതൊക്കെ വെച്ച് റോമൻ ഇമ്പീരിയൻ മുദ്ര കൊണ്ട് മുദ്ര വെച്ചു, പട്ടാളക്കാരെ കാവലാക്കി. ഞാൻ ചോദിക്കുന്നു, മുദ്ര പൊട്ടിക്കുന്നവനെ അകത്തിട്ടിട്ട് പുറത്ത് മുദ്ര വെച്ച കിടക്കും അവിടെ. സ്തോത്രം, മനസ്സിലായോ? എടാ, അകത്ത് കിടക്കുന്നവൻ സ്തോത്രം മുദ്ര പൊട്ടിക്കുന്നവനാ. വെളിപ്പാട് 5:5 മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായവൻ ഇവിടെ ഉണ്ടെന്നല്ലേ ദൂതൻ പറഞ്ഞത്. പിന്നെ രാത്രി ഞാൻ പറയാം, നിന്റെ അകത്ത് യേശു ഇരിക്കുമ്പോൾ നിന്റെ പുറത്ത് ആര് കയറി മുദ്ര വെച്ചാലും ആര് കയറി ചാപ്പ കുത്തിയാലും അകത്ത് യേശു ഉണ്ടെങ്കിൽ അകത്തിരിക്കുന്നവനത് പൊട്ടിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ ജീവിക്കുകയാണെങ്കിൽ മർമ്മമായി ജീവിക്കണം. അങ്ങനെയുള്ളവരെ കൊണ്ട് തൃശ്ശൂര് നിറയണം. യേശുവിന്റെ നാമത്തിൽ ആത്മീക ജീവിതം ഒരു മർമ്മമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഭയപ്പെടരുത്, അകത്തിരിക്കുന്നവൻ രാജാവാണ്. ഹല്ലേലൂയ. മീഖാ പ്രവചനത്തിലാണെന്നാ എൻ്റെ ഓർമ്മ. ഒരു പഴയ പ്രവചന സൂത്രമുണ്ട്. ഇസ്രായേൽ വലിയ തകർച്ചയിലേക്ക് എത്തുമ്പോൾ പ്രവാചകനിലൂടെ ഇസ്രായേലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കൊരു മിടുക്കൻ രാജാവില്ലേ എന്നല്ല ചോദിച്ചത്. ചോദ്യം ദൈവദാസന്മാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ പറയാം, നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ കൊട്ടാരത്തിൽ രാജാവില്ലേ എന്നല്ല. ആ ചോദ്യം പേഴ്സണലാണ്. നിന്റെ അകത്ത് രാജാവില്ലേ? നീ ഇത്ര, ആ വാക്കൊരു വല്ലാത്ത വാക്കാണ്. ശ്രോത്രാലു, എന്താണെന്നറിയോ? നീ ഇത്ര ഞെരുങ്ങി നടക്കുന്നത് എന്ത്? നിന്റെ അകത്തൊരു രാജാവില്ലേ?
രാത്രി രാജാവിന് അകത്ത് ഉറക്കഗുളിക കൊടുത്തിട്ട് സ്വത്രം ടെൻഷൻ അടിച്ച് നടക്കാൻ ആരും വിചാരിക്കരുത്. അകത്ത് കയറിയവൻ രാജാവാണ്. അകത്ത് കയറിയവൻ മുദ്ര പൊട്ടിക്കുന്നവനാണ്. അകത്ത് കയറിയവൻ അധികാരിയാണ്. അകത്ത് വാഴുന്നവൻ ന്യായാധിപനാണ്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. അവൻ അകത്തുണ്ട്. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, എന്റെ രാജാവ് എന്റെ അകത്തുണ്ട്, എന്റെ ആരാധ്യൻ എന്റെ അകത്തുണ്ട്. അവൻ അകത്തുള്ള ജീവിതമാണ് ഒറിജിനൽ ക്രിസ്തീയ ജീവിതം. അതിൽ കുറഞ്ഞൊന്നും സ്തോത്രം വേദപുസ്തകം പറയുന്നില്ല. ഇത് മൂന്നാമത്തെ മർമ്മം. 4, 5, 6, 7 പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. നാലാമത്തെ മർമ്മം തെസ്സലോനിക്ക ലേഖനത്തിലാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. 2 തെസ്സലോനിക്കർ 2:7-8. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അടുത്ത വാക്ക്, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു വായിലെ ശ്വാസത്താൽ ഒടുക്കി പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിച്ചു കളയും. ദൈവമക്കൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ വിശദീകരിക്കാം. 2 തെസ്സലോനിക്കർ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മർമ്മത്തിലിട്ടിരിക്കുന്ന പേരാണ് അധർമ്മത്തിൻ്റെ മർമ്മം. ഇത് സാത്താനികമാണ്, പൈശാചികമാണ്. സാത്താന്യം, പൈശാചികം എന്ന് പറയുന്നത് അതൊരു മർമ്മമാണ്. അത് ചുമ്മാ എല്ലാവരും കൈകാര്യം ചെയ്ത് നമ്മുടെ തിരുവല്ലക്കാരുടെ ഭാഷയെ പറഞ്ഞ കോളാക്കേണ്ട ഒരു കേസല്ലത്. കാരണം ഇതൊരു മർമ്മമാണ്, മിസ്റ്ററിയാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ പിടി എന്നാണെന്നറിയാമോ? നമുക്ക് കാര്യം പിടികിട്ടിയില്ല, നമ്മൾ ഈ കാര്യത്തിൽ മണ്ടനാണ് എന്ന് അവന് പിടികിട്ടിയാൽ അവൻ ജയിച്ചു, നമ്മൾ തോറ്റു. മനസ്സിലായല്ലോ? അപ്പം അറിയാം ഇതൊരു മാർമികമായ കാര്യമാണ്. അത് അതുപോലെ കാണാൻ മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം. അതുകൊണ്ട് പൗലോസ് എഴുതി സാത്താനെ അറിയണം എന്നല്ല, സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയണം. സാത്താനെ അറിയാൻ വേണ്ടി ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് അധ്യായമൊന്നുമില്ല. എഗസ്കേലും യെശയ്യാവും അല്പമായിട്ട് എഴുതി വന്നു. ഒരധ്യായം തികച്ചെഴുതിപ്പിച്ചില്ല ദൈവം. ഒരല്പം അറിയേണ്ടത് മാത്രം അറിയാൻ കുറച്ചൊരു ചെറിയ രീതിയിൽ സിംബോളിക്കായിട്ട് എഴുതി. അതിലപ്പുറത്തേക്ക് സാത്താനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. അവൻ്റെ തറവാട് എവിടെയാണ്, അവൻ്റെ വെല്ലിപ്പച്ചൻ ആരാണ്, ഇതൊന്നും അവൻ്റെ ഹിസ്റ്ററി ഒന്നും ഇതിനകത്ത് അധികമില്ല. കാരണം സാത്താനെ അറിയാനല്ല പറഞ്ഞത്, സാത്താൻ്റെ മർമ്മം അറിയാനാ പറഞ്ഞത്, സാത്താൻ്റെ തന്ത്രങ്ങൾ അറിയാനാ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ സ്തോത്രം സാത്താനെ അറിയാൻ വേണ്ടിയിട്ട് മഷി നോക്കി നടക്കുന്നത് പോലെ എനിക്കെതിരെ കെട്ടിയത് 4-ാം വേദമാണോ 8-ാം വേദമാണോ ഇത് അന്വേഷിച്ച് നടന്നാൽ മിക്കവാറും ആ വഴിക്ക് അങ്ങ് പോകാനാ സാധ്യത. അവൻ്റെ തന്ത്രങ്ങളെ അറിയണം. പൈശാചികത എന്ന് പറയുന്നത് പൗലോസ് എഴുതിയിരിക്കുന്നു, മൊത്തത്തിൽ പറഞ്ഞൊരു മിസ്റ്ററിയാണ്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കൊണ്ട് തൊടുന്നതും പിടിക്കുന്ന എല്ലാം അങ്ങ് സാത്താന. അത് അപകടമാണ്. അപ്പോൾ സാത്താനെ പിടികിട്ടും, എന്നെ ഇവന് മനസ്സിലായിട്ടില്ല, കളിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി കളിപ്പിക്കാം. ചില ആളുകൾക്ക് തിരിച്ചാണ്. അത് ഉപദേശിമാർ, നമ്മുടെ ഇടയിൽ പോയ ആൾക്കാരുണ്ട്, ഉപദേശിമാർ ചുമ്മാ പറയുന്ന വയറ്റിപ്പിഴവന് പറയുന്ന സാത്താനെ പറ്റിയില്ല. സ്തോത്രം. ഇത് 2 അപകടമാണ്. ഇതൊരു മിസ്റ്ററിയാണ്. അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കാനുള്ള സാവകാശം എടുക്കാതെ ഈ വാക്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ധൈര്യം പകരുന്നൊരു വാക്യം പറയാം. അവനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് യോഗത്തിൻ്റെ അന്തരീക്ഷം മാറ്റണ്ട. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കേട്ടോ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല ഇവിടെ. മനസ്സിലായോ? നിന്നെ നടുറോട്ടിലിട്ട് സ്വത്രം 4 പേരെയും കൂടി ഒരു വണ്ടിക്കകത്ത് അട പരത്തുന്ന പോലെ പരത്താനാ പ്ലാൻ ചെയ്തത്. പക്ഷെ അത്രയൊന്നും പറ്റിയില്ല. പുറകിലെ വീലൊന്ന് പഞ്ചറായി, അത്രേ പറ്റിയുള്ളൂ. എൻ്റെ കാര്യം എന്താ? തടുക്കുന്നവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ്റെ എല്ലാ പണി ഇവിടെ നടക്കുകയില്ല.
ഇന്ന് രാത്രികാലം ആത്മാവിൽ വിശ്വസിച്ചോ, തടുക്കുന്നവരുള്ളിടത്തോളം കാലം പിശാചിന്റെ പണി ഇവിടെ നടക്കുകയില്ല. ലോകത്തിൽ നടക്കുകയില്ല, കേരളത്തിൽ നടക്കുകയില്ല, തൃശ്ശൂർ നടക്കുകയില്ല, നിങ്ങളുടെ വീട്ടിൽ നടക്കുകയില്ല. തന്ത്രങ്ങൾ ഇവിടെ ഭരിക്കുകയില്ല. തടുക്കുന്നവരുണ്ട്. പ്രാർത്ഥനാ മുറിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവത്തിന്റെ ജനം ആത്മാവിൽ പോരാടിയാൽ തടുക്കേണ്ടവനെ തടുക്കാൻ സ്വർഗത്തിന് അറിയാമെന്ന് ഇന്ന് രാത്രി തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ദൈവസഭ ഈ മർമ്മം തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. കേൾക്കണം. സ്തോത്ര. ഹല്ലേലൂയ. കുറച്ചുകൂടെ കഴിയുമ്പോൾ കാഹളധ്വനിക്ക് ശേഷം തടുക്കുന്നവനും തൻ്റെ സഭയുമെല്ലാം ഇവിടെ നിന്ന് പോകും. അത് കഴിയുമ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മം ആളത്വത്തിൽ വെളിപ്പെടും. സാക്ഷാൽ സാത്താൻ ആളത്വത്തിൽ വെളിപ്പെടും. തടുക്കാൻ ഇവിടെ ആരും കാണുകയല്ല. കൂപ്പുകൈകളോടെ ഞാനിവിടെ വന്ന് പ്രസംഗിക്കാൻ അവസരം തന്നുകൊണ്ട് പറയുന്നു, അന്നിവിടെ നിങ്ങൾ ഉണ്ടാകാതിരിക്കുക നല്ലത്. കാരണം ഇന്നിവിടെ പലതും നടക്കാത്തത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും അകത്തെ മുറിക്കകത്തിരുന്ന് ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അവരുടെ കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. അവരിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ലോകം സാത്താൻ ഏറ്റെടുക്കും. 7 വർഷത്തെ കഠിനമായിരിക്കുന്ന മഹോപദ്രവത്തിന് ശേഷം യേശുക്രിസ്തു യഹൂദന്റെ കണ്ണുനീരും പ്രാർത്ഥനയും കേട്ട് മടങ്ങി വരും. ഇനി നിങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിച്ചു കേട്ടോളണം. യേശു മടങ്ങി വന്നിട്ട് ഈ അധർമ്മത്തിൻ്റെ മൂർത്തിയെ, ലോകത്തിലെ സകല സംഘടിത ശക്തികളെയും കൂടെ സംഘം ചേർത്ത് വിളിച്ചിട്ട് സ്തോത്രം ഒരു സൈന്യത്തെ ഉണ്ടാക്കി യുദ്ധം ചെയ്ത് തോപ്പിക്കൂന്നല്ലല്ലോ അവിടെ എഴുതിയത്. ബൈബിൾ വായിച്ചപ്പോൾ കണ്ടോ? പാസ്റ്റർ അവിടെ വായിച്ചു കേട്ടോ? എങ്ങനെയാണെന്നുണ്ടോ? സ്വർഗത്തിൽ നിന്ന് സൈന്യത്തെ വിളിച്ചില്ല. സ്തോത്രം. ദാവീദ് ചെയ്തതുപോലെ കവണി കല്ല് വെച്ചെറിഞ്ഞില്ല. AK-47 കൊണ്ട് തിരതള്ളി വിട്ടില്ല. സ്തോത്രം. ഇന്നത്തെ ഒരായുധം ഉപയോഗിച്ചില്ല. എൻ്റെ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ സാക്ഷാൽ സാത്താനെ ഒടുക്കി. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരുള്ള ദൈവമക്കൾ നാളെ സാത്താനെ കണ്ട പറഞ്ഞേക്കണം, എടാ പിശാചേ, എന്റെ കർത്താവിന് ഒരു ഊത്തിനില്ല. നിന്നെ ഒരു ഊത്തൂതിയാൽ തീരാനുള്ളതുള്ളെന്നാണ് മർമ്മത്തിന്റെ കലവറക്കാരൻ പൗലോസ് ഞങ്ങൾക്ക് എഴുതി തന്നത്. അപ്പൊ കർത്താവിന് സാത്താൻ നമുക്ക് വലിയ പുള്ളിയാണോന്ന് എനിക്കറിയില്ല. എനിക്ക് വലിയ ആളല്ല. പക്ഷെ എൻ്റെ യേശുവിന് മൂക്കിലെ ശ്വാസം മതി ഇവനെ ഇല്ലാതാക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്കെതിരെ പോരാടുന്ന എത്ര വലിയ ദുഷ്ടശക്തിയാണെങ്കിലും, നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത എത്ര വലിയ തേർവാഴ്ചയാണെങ്കിലും, അതിനെ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഒരു പൊടി ഊതിക്കളയുന്നത് പോലെ യേശുവിനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്ക്. നിന്റെ ശരീരത്തിലെ രോഗാത്മാവ്, നിന്റെ കുടുംബത്തിലെ പ്രതികൂലങ്ങളും, നിന്റെ തലമുറയുടെ ഭാരവും, നിന്റെ മുമ്പിലെ ദുർഘടങ്ങളും തടങ്കൽ പാറയും ഒരു ഊത്തിനുള്ളതേ ഉള്ളൂ. സാത്താൻ ഉരുട്ടി വെച്ചതല്ല. എന്റെ ദൈവം മൂക്കിലെ ശ്വാസത്തിൽ, വായിലെ ശ്വാസത്തിൽ ഒടുക്കിക്കളയും. അത്രയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു മർമ്മമാണ്. വിശ്വസിക്കാൻ പാടാണ്. യേശു യേശുവാണ്. അവൻ അത്രയേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. 5ഉം 6ഉം വേഗത്തിൽ പറയാം. 7-ാമത്തത് 2 മിനിറ്റ് എടുത്ത് പറയാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടി പ്രത്യാശയോടെ ദൈവത്തെ ആരാധിച്ച് ആത്മശക്തിയോടെ വേണം മടങ്ങിപ്പോകാൻ. ഇന്ന് മുതൽ ജീവിക്കുവാണെങ്കിൽ പേടിച്ച് വിറച്ച് പായിൻ്റെ ചോട്ടിൽ കിടന്നല്ല, മർമ്മമായി ജീവിക്കണം. അതിന് യേശു അകത്തുണ്ടെന്നുള്ള വിശ്വാസം മാത്രം മതി. ബാക്കിയെല്ലാം കർത്താവ് നോക്കും. സ്തോത്രം. 5-ാമത്തത് സാധാരണ നമ്മുടെ കല്യാണവേളകളിൽ വിവാഹ സദസ്സിലാണ് വായിച്ചു കേൾപ്പിക്കാറുള്ളത്. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളാണ്. ഒറ്റ വാചകത്തിൽ പാസ്റ്റർ ഒന്ന് വായിക്കുന്നത് പൊതു സദസ്സായന്റെ പേര് 5-31-32 വായിച്ചു കേൾപ്പിക്കും. വേഗം വായിക്കാം. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അടുത്തത് ഇരുവരും ഒരു ദേഹമായി തീരും. അടുത്തത് ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. സാധാരണ നമ്മൾ
കല്യാണ വേളയിൽ കല്യാണമൊക്കെ കഴിച്ച് സമയം വലിച്ചു നീട്ടി 3 നാൾ പ്രസംഗിച്ച് അവസാനം വിശപ്പ് കയറുമ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നത് നമ്മളത് ചെറുക്കനും പെണ്ണും പോലും ഇത് കേൾക്കാറില്ല. പക്ഷെ ആ വാക്ക് കേട്ടു, അതൊരു മർമ്മമാണ്. ഏത്? അത് നിമിത്തം ഒരു പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ച് പറയുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾ, ദമ്പതികൾ, യേശുവിനെ വിശ്വസിക്കുന്ന 2 പേർ, സ്നാനപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, ക്രിസ്തു അകത്തുള്ളവർ, അവരൊരുമിച്ചൊരു കുടുംബജീവിതം നയിക്കുന്നതൊരു മർമ്മമാണ്. എന്താ മർമ്മം? പാസ എല്ലാവർക്കും പെണ്ണ് കിട്ടുന്നില്ലേ? എല്ലാവരും കല്യാണം കഴിച്ചാൽ മക്കൾ ജനിക്കുന്നില്ലേ? അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും? അതല്ല. പിന്നെ ഇവിടെ എന്താ അടുത്ത വാക്ക് കണ്ടോ? ഞാൻ ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ച് പറയും എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ പറയാറുള്ളത് വേദിയിൽ കോട്ടിട്ടിരിക്കുന്ന ചെറുക്കനെയും ഗൗണോ സാരി ഉടുത്ത് സുന്ദരിയായിരിക്കുന്ന പെണ്ണിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഈ മണവാളൻ ക്രിസ്തുവിന് നിഴലാണ്, ഈ മണവാട്ടി സഭയ്ക്ക് സത്യമായിരിക്കും. പക്ഷേ സ്തോത്രം, 2.5 മണിക്കൂർ കോട്ടിട്ടിരിക്കുമ്പോൾ അല്ല അവൻ യേശുവിന് നിഴലാകുന്നത്. വീട്ടിൽ ചെന്ന് കോട്ടൊക്കെ ഊരിയിട്ടിട്ട് ജീവിക്കണം. അങ്ങനെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഒറിജിനൽ ക്രിസ്തീയ കുടുംബജീവിതം, ആ വീട്ടിലെ ഗ്രഹനാഥൻ യേശുവിന് നിഴലാണ്. ആ വീട്ടിലെ ഗ്രഹനാഥ സഭയ്ക്ക് നിഴലാണ്. സഭ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന കുടുംബം ഒരു മർമ്മമാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഗ്രഹനാഥനുള്ള വീടൊരു മർമ്മമാണ്. അത് ഇന്ന് രാത്രി ചുരുക്കാം. അടുത്തത് സാധാരണ 6ാമത്തെ മർമ്മം നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത്, ശവസംസ്കാരത്തിന് സെമിത്തേരിയിൽ ചെന്ന് നിൽക്കുമ്പോൾ 5-6 കർത്തൃദാസന്മാർ പുനരുത്ഥാന അധ്യായം എന്ന് പറയുന്നൊരു അധ്യായം ബൈബിളിലുണ്ട്. 1 കൊരിന്ത്യർ 15 അധ്യായമാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സെമിത്തേരിയിലേക്ക് മിക്കവാറും സ്തോത്രം പറയത്തൊക്കെ ആരും വരാറില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് പോകാറേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഉപദേശിമാർ 5-6 പേരും, ഒഴിവാക്കാൻ പറ്റാതെ 8-10 പേരും, അവരൊക്കെയാണ് ഇപ്പോൾ വന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ സെമിത്തേരി വരാറുള്ളൂ. തൃശ്ശൂർ അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് സ്തോത്രം. അപ്പോൾ അത് അവിടെ പറയുന്നതുകൊണ്ട് അധികം പേര് കേട്ടിട്ടില്ല. ഇന്ന് കൺവെൻഷനിലൊന്ന് കേട്ടോ. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 51 വാക്യം, 6ാമത്തെ മർമ്മം. എന്താ എഴുതിയിരിക്കുന്നേ? ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. അനന്തവിദൂര ഭാവിയിൽ ഒരുപക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ ഈ തല നരച്ചിരിക്കുന്ന പൂർവികന്മാർ കൊഴിഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പ് ഈ തലമുറ കാണാൻ പോകുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാർ വിശ്വസിച്ച ഒരാത്മീക മർമ്മമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ആ മർമ്മം? ഞാനൊരു മർമ്മം പറയാം. അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചോ നിങ്ങൾ? കാഹളം ധ്വനിക്കും. ഇന്ന് ലോകത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ലോകം ഇന്ന് ഭയത്തിൻ്റെ സ്തോത്രപ്പിടിയിലാണ്. സ്തോത്രം. ഇവിടെ അധികപ്പറ്റാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇനി ലോകത്തിൽ കേൾക്കാൻ പോകുന്ന എക്സ്ക്ലൂസീവായ വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരാന്നുള്ളതായിരിക്കുകയല്ല. ഇനി കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ വാർത്ത സുനാമി ഒന്നും ആയിരിക്കുകയല്ല. ഇവിടുത്തെ ചാനലുകളും മീഡിയകളും മാസങ്ങളോളം ആഘോഷിക്കാൻ പോകുന്നത് ഈ ലോകത്ത് നിന്ന് ഒരു കൂട്ടം ആളുകൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടും. ദൈവത്തെ വിശ്വസിച്ച് ചെരിപ്പിടാത്ത കാലുകൊണ്ട് ഈറൻ മാറാത്ത തുണി ഉടുത്ത് മുണ്ട് മുറുക്കി ഉടുത്ത് അരപ്പട്ടിണിയോടെ മക്കളെ വളർത്തിയിട്ട് പ്രത്യാശ നഗരിയിൽ പോയ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഈ മണ്ണിൽ നീറി അടങ്ങിയിരിക്കുമ്പോൾ അന്ത്യകാഹളനാദത്തിങ്കൽ എൻ്റെ കർത്താവ് മടങ്ങി വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിലെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ ഇവിടെ കല്ലറകൾ പിളർക്കും.
വിശുദ്ധൻ ഉയർക്കൂ. ഇതൊരു മർമ്മമാണ്. ലോകത്തോട് പറഞ്ഞാൽ അവരിത് വിശ്വസിക്കില്ല. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, ഏഴാമത്തെ മർമ്മം കൂടി പറഞ്ഞ് നമ്മൾ ഒരുമിച്ചൊരു പ്രത്യാശയുടെ ഗാനം പാടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഏഴാമത്തെ മർമ്മം എഫെസ്യ ലേഖനത്തിൽ തന്നെയാണ്. 1-ാം അധ്യായം സ്തോത്രം 9-10 വാക്യങ്ങൾ വായിച്ചു നിർത്തുന്നു. 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ പെട്ടെന്ന്. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് അതെന്താന്ന് കേട്ടോ? സ്വർഗ്ഗത്തിലുമുള്ളത് ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ഏഴാമത്തെ മർമ്മം കേട്ടോ? അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആ മർമ്മം 9-10 സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണത വ്യവസ്ഥ. ഇന്ന് സ്വർഗവും ഭൂമിയും രണ്ടും രണ്ടാണ്. ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് സ്വർഗമൊക്കെ ഇവിടെ തന്നെയാണ്. എൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ അവർ പറഞ്ഞേക്കാം. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, ഇന്ന് സ്വർഗവും ഭൂമിയും രണ്ടും രണ്ടാണ്. ഒറിജിനൽ സുവിശേഷം സ്വർഗം ഇവിടെ അല്ല മക്കളെ എന്ന് പറയുന്നതാണ്. സ്തോത്രം. അതൊന്നോടെ കേട്ടു. ഇവിടെ സ്വർഗം പണിയാം എന്ന് പറയുന്നതല്ല ഒറിജിനൽ സുവിശേഷം. സ്വർഗം ഇവിടെ അല്ല, അധികം താമസിയാതെ സ്വർഗം തുറക്കും. വാക്കിങ്ങനെയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് പിന്നെയും എന്നൊരു വാക്ക് കണ്ടോ? അതിനർത്ഥം എന്താ? പിന്നെയും എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുമ്പ് ഒന്നായിരുന്നു, അത് പിന്നെയും ഒന്നായി തീരും. എപ്പോൾ? കാലങ്ങൾ കഴിയും, കർത്താവ് മടങ്ങി വരും, തന്റെ വിശുദ്ധ സഭ എടുക്കപ്പെടും. 7 വർഷക്കാലം മഹോപദ്രവകാലം, അതിനുശേഷം 1000 വർഷം സ്തോത്രം ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവ് രാജാവായി വാഴും. ഇതൊന്നും വെറും ആശയല്ല, സത്യമാണ്. അതിന്റെ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ഈ ആകാശം കൊടുമുടക്കത്തോട് ഒഴിഞ്ഞു പോകും, ഭൂമി എരിയപ്പെടും. നിത്യശൂന്യത്വങ്ങൾ ദൈവസിംഹാസനം വെക്കും. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവസാനം ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള കർത്താവിനെ വിശ്വസിച്ച, സുവിശേഷം വിശ്വസിച്ച വിശുദ്ധ ഗണങ്ങൾ, സ്തോത്രം, അവരോട് ചേർക്കപ്പെടുന്ന ആളുകൾ അവരൊന്നായി തീരും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രത്യക്ഷമാകും. മണവാളിന് വേണ്ടി അലങ്കരിച്ച് മണവാട്ടിയെ പോലെ പുത്തനാം യെരൂശലേം എന്ന മഹാനഗരം ഇറങ്ങി വരും. അവിടെ ദൈവവും മനുഷ്യരും തൻ്റെ മക്കളുമായി ഒന്നിച്ചു വാഴും. അങ്ങനെ ആകാശവും ഭൂമിയും, സ്വർഗവും ഭൂമിയും രണ്ടും രണ്ടായിരിക്കില്ല, ഇനി അതൊന്നായി തീരും. ഇത് ഏഴാമത്തെ മർമ്മം. അങ്ങനെ നിത്യത പുലരും, കാലങ്ങൾ തീരും, പുതുയുഗം വിരിയും. അവിടെ നിങ്ങൾ കാണണം എന്ന് പറയാനാണ് ഇവിടത്തെ ദൈവസഭ ഈ യോഗം വെച്ചത്. ഇന്ന് രാത്രി 7 മർമ്മങ്ങളിൽ പുതിയ നിയമത്തെ പൗലോസ് ഒതുക്കി. 1, യേശു സ്തോത്രം മനുഷ്യനായി ഭൂമിയിൽ വന്നു. 2, സുവിശേഷത്താൽ ആർക്കും രക്ഷപ്പെടാം. 3, നമ്മുടെ ആരാധ്യൻ അകത്ത് വസിക്കും. 4, ഒരു എതിരാളിയുണ്ട്, പിശാചാണ്. 5, കുടുംബജീവിതം ഒരു മർമ്മമാണ്. 6, നാം എല്ലാവരും നിദ്ര കൊള്ളില്ല. 7, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് ഒന്നായി തീരും. പിന്നെ നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കും. ഈ 7 മാർമിക വസ്തുതകൾ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ജാതി, ഒരേ ഒരു വിഭാഗം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവമക്കളും മാത്രമാണ്. അതിൽ പങ്കാളിയാകാൻ ഭാഗ്യം ലഭിച്ചതിൽ ഇന്ന് രാത്രി ഞാനിവിടെ ഒരു കേൾവിക്കാരനായിട്ടാണ് വന്നത്. പക്ഷെ പ്രസംഗം തീരുമ്പോൾ എൻ്റെ ഭാഗ്യം എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ട്? അവർ ദൈവത്തിന്റെ സന്നിധിയിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ.